കേരളത്തിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ ഓരോ കോളേജുകളിലും എത്ര സീറ്റാണുള്ളത്, ആ സീറ്റിൽ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് വഴി എത്ര സീറ്റിലേക്ക് അഡ്മിഷൻ പോകും, അതേപോലെ തന്നെ കേരളത്തിൽ കീം വഴി എത്ര അഡ്മിഷനാണ് ലഭിക്കുക. 85% സീറ്റും കേരളത്തിലെ കീം അതോറിറ്റിയാണ് ഫില്ല് ചെയ്യുന്നത്. 15% സീറ്റ് ഓൾ ഇന്ത്യ ലെവലിലാണ്, MCC ആണ്. അതുവഴി കേരളത്തിലെ മാത്രമല്ല മറ്റ് സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ടോട്ടൽ നമുക്ക് 1755 സീറ്റാണുള്ളത്. കോഴിക്കോട് ഗവൺമെൻറ് കോളേജിൽ 250 സീറ്റുണ്ട്. അതിൻ്റെ ഏകദേശം ഒരു 38 സീറ്റൊക്കെ എന്ത് ചെയ്യും, ഓൾ ഇന്ത്യ ലെവലിൽ പോകും. അങ്ങനെ 212 സീറ്റാണ് കോഴിക്കോട് ഗവൺമെൻറ് കോളേജിൽ പിന്നീട് കേരളത്തിൽ അഡ്മിഷൻ വഴി നടക്കുക. ട്രിവാൻഡ്രത്തും ഇതേ രീതിയിൽ തന്നെയാണ് നടക്കുക. ആലപ്പുഴ വരുന്ന സമയത്ത് 175 സീറ്റാണ് ആകെ ഉള്ളത്. 26 ഓൾ ഇന്ത്യ ലെവലിൽ പോകും. ചിലപ്പോൾ 26, 27 അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാം. ഓൾ ഇന്ത്യ ലെവലിൽ പോകും 15%. 149 സീറ്റാണ് പിന്നീട് കേരളത്തിൽ ഉണ്ടാവുക. കോട്ടയത്തും ഇതേ രീതി തന്നെയായിരിക്കും. തൃശ്ശൂരും ഏകദേശം ഇതേ രീതി തന്നെയായിരിക്കും ഉണ്ടാവുക. പിന്നീട് എറണാകുളത്തിലേക്ക് വരുമ്പം 110 സീറ്റാണുള്ളത്. അത് 16 സീറ്റ് അവിടുന്ന് പോയി കഴിഞ്ഞാൽ 94 സീറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. കൊല്ലത്തും 110 സീറ്റ് തന്നെയാണ്, 16, 94. മലപ്പുറം അഥവാ മഞ്ചേരി മെഡിക്കൽ കോളേജിലും 16 സീറ്റ് തന്നെയാണ്, 94. കണ്ണൂർ 100 സീറ്റാണ് ഉണ്ടാവുക. അവിടെ 15 സീറ്റ് ഓൾ ഇന്ത്യ ലെവലിലേക്കും 85 സീറ്റ് ഇങ്ങോട്ടും ലഭിക്കും. ഇതേപോലെ തന്നെ പാലക്കാടും 15, 85 എന്നുള്ള രീതിയിലാണ്. അവിടെ പാലക്കാട് റിസർവേഷൻ SC റിസർവേഷൻ കൂടുതലുണ്ടാവും, SC ST റിസർവേഷൻ കൂടുതലാണ്. പിന്നീട് ഇടുക്കിയിലും ഇതേപോലെ 15, 85 ഉണ്ടാവുക. പത്തനംതിട്ടയും 15, 85 എന്നുള്ള രീതിയിലാണ് ഉണ്ടാവുക. ഇങ്ങനെ ടോട്ടൽ നമുക്ക് ഉണ്ടാകുന്ന സീറ്റ് എന്ന് പറയുന്നത് 1755 സീറ്റുകളായിരിക്കും. അത് പ്രൈവറ്റിലത്തെ 1750 സീറ്റും കൂടെ കൂട്ടുമ്പം 4505 സീറ്റിലേക്കാണ് കേരളത്തിലാകെ അഡ്മിഷൻസ് നടക്കുക. അപ്പോൾ ഇതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ സീറ്റ് മെട്രിക്സ് എടുക്കാൻ. ഇതിൽ തന്നെ 50% ഏതിലേക്ക് പോകും, ഇതിൻ്റെയൊക്കെ മെറിറ്റിലേക്ക് പോകും. അതായത് 1755 പകുതി സീറ്റുകൾ മെറിറ്റ് ബേസിലും ബാക്കി 15 സീറ്റുകൾ ഓരോ കാറ്റഗറി റിസർവേഷൻ അനുസരിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക ഉണ്ടാവുക. അപ്പോൾ അതും കൂടെ അനലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷനും ബാക്കി കാര്യങ്ങൾ ശ്രദ്ധിക്കുക. താങ്ക്